ഇപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 4-5 മണിക്കൂർ റീല് കണ്ടു, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിന് 2 മണിക്കൂറോളം മെസ്സേജ് ചെയ്തു. ഇതെല്ലാം നമ്മുടെ ബ്രെയിനിനെ മാത്രമല്ല ബാധിക്കണേ, അത് നമ്മുടെ സെർവിക്കൽ സ്പൈനിനെയും കൂടി ബാധിക്കുന്നുണ്ട്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ ഒരു ഭാഗം, ഈ ഒരു പൊസിഷൻ. ഇപ്പം ഞാൻ ഐ ലെവലിലാണ് നിങ്ങളോട് സംസാരിക്കണേ. ഈ ഐ ലെവലിൽ പോലും നമുക്ക് ഇവിടെ ഈ ഹെഡ് വെയ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇതിപ്പോൾ ഒരു 4.5 കിലോഗ്രാം വരും ഈ ഹെഡ് വെയ്റ്റ്. ഇപ്പോൾ ഇതിനനുസരിച്ച് ഇത് മൂവ് ചെയ്യണതിനനുസരിച്ച് ഹെഡ് വെയ്റ്റ് മാറും. ഇപ്പം ഞാൻ ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 27 കിലോഗ്രാം വെയിറ്റ് വരും നമ്മുടെ ഹെഡിന്. ഇപ്പം നമ്മൾ ഫോൺ യൂസ് ചെയ്യുക ഇങ്ങനെയല്ല യൂസ് ചെയ്യുക. ഇപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ യൂസ് ചെയ്യണം. ഫോൺ ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ സ്ക്രോൾ ചെയ്യണം. ഇങ്ങനെ പിടിച്ച് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ സ്ട്രെയിൻ വരും. ഈ സ്ട്രെയിൻ വന്നു കഴിഞ്ഞാൽ ബോഡീൻ്റെ പല ഭാഗത്തായിരിക്കും അതിൻ്റെ ഇമ്പാക്റ്റ് വരിക. തലവേദനയായിട്ട് വരും, ചിലപ്പോൾ ഷോൾഡർ പെയിൻ ആയിട്ട് വരും, ചിലപ്പോൾ ഈ നെക്കിന് പെയിനായിട്ടും വരും. ഇതൊക്കെ സിമ്പിളായിട്ടുള്ള പ്രശ്നം. ഇതിൻ്റെ എക്സ്ട്രീം വെർഷൻസ് വേറെ ഉണ്ട്. സ്പൈനൽ മിസ്അലൈൻമെൻറ്റ് ഉണ്ട്, സ്പൈനൽ ഡീജനറേഷൻ, ഡിസ്ക് സ്പേസ് കംപ്രഷൻ, നെർവ് ഓർ മസിൽ ഡാമേജ്, ഇൻഫ്ലമേഷൻ ഓഫ് സെർവിക്കൽ ലിഗ്മെൻറ്റ്. ഇത് ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല, ടോപ്പായിട്ടുള്ള ഡോക്ടേഴ്സ് പറയുന്ന കാര്യമാണ്. ഈ അടുത്ത് തന്നെ ഒരു IT എംപ്ലോയി, അദ്ദേഹത്തിൻ്റെ തലവേദനയും ഷോൾഡർ പെയിനും എല്ലാം കാരണം ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടറെ കണ്ടതിന് ശേഷം, കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് അദ്ദേഹത്തിന് മനസ്സിലായത് തനിക്ക് ഈ പ്രോബ്ലം ഉണ്ട് എന്നുള്ളത്. അവിടുത്തെ ഡിസ്ക് റീപ്ലേസ് ചെയ്യേണ്ട സാഹചര്യം വന്നു അദ്ദേഹത്തിന്. ഇതിനെയാണ് നമ്മൾ ടെക്സ്റ്റ് നെക്ക് എന്ന് പറയുക. എല്ലാവർക്കും ഈ എക്സ്ട്രീം കണ്ടീഷൻ വരണമെന്നില്ല. നമ്മളിപ്പോഴേ ശ്രദ്ധിച്ചു തുടങ്ങാം, ഇപ്പോഴേ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ചോദ്യങ്ങൾ വരും. ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളിങ്ങനെയാണല്ലോ വായിക്കുക, ഇങ്ങനെയല്ലല്ലോ വായിക്കുക അധികം ആൾക്കാരും. അല്ലെങ്കിൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയല്ലോ എഴുതാൻ പറ്റുമോ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരും. അപ്പോൾ ഈ പ്രോബ്ലം വരില്ലേ എന്ന്. നമ്മുടെ ഫോൺ ഉപയോഗിക്കുന്നതും പുസ്തകങ്ങൾ ഉപയോഗിക്കുന്നതും പഠിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ ഫോൺ ഉപയോഗിക്കുമ്പോൾ മാതിരി എളുപ്പമുള്ള പണിയല്ല പഠിക്കുക എന്ന് പറയണ കാര്യം, അതേമാതിരി വായിക്കുക എന്നുള്ളത്. കാരണം നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളെ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എഴുതിക്കൊണ്ടിരിക്കുമ്പോഴും വായിക്കുമ്പോഴൊക്കെ നമ്മൾ ഒരർത്ഥത്തിൽ നമ്മളവിടെ സ്ട്രെച്ച് ചെയ്തു. കാരണം നമ്മൾ സ്വാഭാവികമായിട്ടും കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും, ചിലപ്പോൾ ഇങ്ങനെ മാറ്റും, ഇങ്ങനെ അതാക്കും, അങ്ങനെ ചേഞ്ച് ചെയ്യും. ഒരാളുടെ കയ്യിൽ ഒരു ഫോണാണെന്ന് കരുതുക, ഇത് ഇത്രയും ഡോപ്പമൈൻ ഹിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒറ്റ സ്ട്രെച്ചിൽ ഇങ്ങനെ സ്ക്രോളിങ് ഇങ്ങനെ പോവുകയല്ലേ. ഹെഡ് പൊസിഷൻ ഒരു ചേഞ്ചും വരുന്നില്ല. ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ ഇതിങ്ങനെ സ്ക്രോളായിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ പഠിക്കണ ഒരു കുട്ടിയാണ്, പഠിക്കണ ഒരാളാണ്, അല്ലെങ്കിൽ വായിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ പല ചേഞ്ചും വരും. നമ്മുടെ ബോഡിയിൽ വരും, നമ്മുടെ നെക്കിൽ വരും, നമ്മുടെ ഹെഡിലൊക്കെ ആ ചേഞ്ച് വരും. നമ്മൾ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള സ്ട്രെച്ചിങ്ങിനുള്ള സാധ്യത വളരെ കുറവാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾ പഠിക്കുകയാണെങ്കിൽ അയാൾക്ക് 10-25 മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂർ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് ഇതാണെങ്കിൽ മണിക്കൂറുകളോളം നമ്മൾ ഒരേ കാര്യം തന്നെ കണ്ടുകൊണ്ടിരിക്കും. വേണമെങ്കിൽ 5-10 മണിക്കൂർ കണ്ടുകൊണ്ടിരിക്കും. അതുപോലെ അല്ലല്ലോ ഒരു പുസ്തകം വായിക്കണ കാര്യം. ഇതെങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യുക എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. കൺട്രോൾ ചെയ്യാൻ വളരെ എളുപ്പമാണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫോൺ ഉപയോഗം കുറയ്ക്കുക. എല്ലാത്തിലും ഒരു ബ്രേക്ക്. നമുക്ക് ഇപ്പോൾ ഇൻസ്റ്റയിൽ തന്നെ ബ്രേക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അരമണിക്കൂർ അല്ലെങ്കിൽ 25 മിനിറ്റ് ഒക്കെ കൂടുമ്പോൾ ഒരു ബ്രേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അത് നമ്മളെ ബാധിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കും. അല്ലെങ്കിൽ അവിടെ ലോക്ക് ഒരു ടൈമിൽ ഒരു സമയമാകുമ്പോൾ തന്നെ ഫോൺ ലോക്ക് ആവണ പോലെ ചെയ്യാം. അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കിയിട്ട് നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ ഇരിക്കണോടത്തോ കിടക്കണോടത്തോ ഒന്ന് എണീറ്റ് ഒന്ന് മൂവ് ചെയ്യുക, ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുട്ടികളുടെ ഇടയിലാണ്. ഇതിപ്പോൾ അഡൽട്ടായിട്ടുള്ള ആൾക്ക് അല്ലെങ്കിൽ കുറച്ചൊരു പ്രായമുള്ള ആൾക്ക് ഇത് പറഞ്ഞാലെങ്കിലും മനസ്സിലാവും. നമ്മളിപ്പോൾ കുട്ടികളുടെ കേസിൽ ഇത് മനസ്സിലാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ രക്ഷിതാക്കളാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. കണ്ടിന്യൂസ് ആയിട്ടുള്ള കുട്ടികളുടെ ഫോൺ ഉപയോഗം അവരുടെ ബ്രെയിനിനെയല്ല ഇതും കൂടി ബാധിക്കപ്പെടുന്നുണ്ട്, ഇവിടുത്തെ സ്പൈനിനെയും കൂടി ബാധിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ രക്ഷിതാക്കളായിട്ടുള്ള ആൾക്കാർ കുട്ടികളെ ശ്രദ്ധിക്കുക, കുറച്ച് അഡൽട്ടായിട്ടുള്ള ആൾക്കാർ സ്വയം ശ്രദ്ധിക്കുക.